അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ മക്കൾ കുറച്ച് വാക്ക് കേൾക്കണം ഞാൻ എന്ത് പറയണമെന്ന്. നരകത്തിലായിപ്പോണ്ട ഞമ്മ ഉണ്ടാക്കിയ മുതലിനെ പയ്യെ ലാസ്റ്റ് ഉപ്പാക്കും ഉമ്മാക്കും അങ്ങനെ ഗുണം ചെയ്യുന്നില്ല. അപ്പം നമ്മളെ മക്കൾ നമ്മളെ ബുദ്ധിമുട്ടിച്ചിടും. എന്താ പറഞ്ഞാൽ ഉണ്ടാക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് 1 ഫീറ്റ് 2 ഫീറ്റ് റോട്ടിന് വണ്ടി കൊടുക്കില്ല. ഒരു നടന്നു പോകുന്ന വഴി ഒരു ലേശം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കൊടുക്കില്ല. നടന്നു പോകുന്ന ചെറിയ റോഡുണ്ട്, ലേശം ഒരു അര കാമീറ്റർ അപ്പടി വീതിയാക്കി കൊടുക്കില്ല. ഇത് കിടക്ക് മക്കളെ ഒരുപാട് ആളെ ഞാൻ കണ്ടിട്ടുണ്ട്. അള്ളാഹ് എളുപ്പിൽ ഉഷാറിൽ ഫാമിലി അടക്കം ജീവിച്ച് ലാസ്റ്റ് പെരക്കെത്തിയിട്ട് കുറച്ച് പ്രായമില്ലായിട്ട് ഉപ്പാനെ വേണ്ട. ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ ആളില്ലാണ്. ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ കരിയുന്നു, പൊട്ടി കരിയുന്നുണ്ട്. പറഞ്ഞ മനസ്സിലായത്. അപ്പം ഞമ്മങ്ങനെ മുതലുണ്ടാക്കിയിട്ട് മക്കൾക്ക് എടുത്തേക്കണ്ടെന്ന് എന്ത് കാര്യമില്ലാന്ന്. 1 ഫീറ്റ് ജാഗക്കൊന്നും നിങ്ങൾ ഒരു പോകുന്ന ബൈക്കൊന്നും നിങ്ങൾ മുടക്കണ്ട. ലാസ്റ്റ് മൂലക്കായിട്ടാകുമ്പോൾ നമ്മളെ നമ്മളെ ചവിട്ടിയിട്ട് വരച്ചെടുക്കും. എന്തുണ്ടാവില്ല. ഞാൻ കുറേ ജാഗയിൽ എൻ്റെ കണ്ണ് കൊണ്ട് കരുതുന്നു. പറഞ്ഞ മനസ്സിലായ വിളി കേൾക്കില്ല. അത് കുറച്ച് കാലം കിടക്കുമ്പോൾ തീർന്നു. പറഞ്ഞ മനസ്സിലായ. അപ്പം നല്ലോണം ശ്രദ്ധിക്കേണ്ടത് എന്താ അറിയോ, നിങ്ങൾ ഭൂമിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാകും. ആ ഭൂമിനാണ് അള്ളാഹു നാളെ ഖബറിൽ നമ്മളെ വളരെ ബേജാറാക്കിയിരുന്നു. വലിയ അദാബുണ്ടാവുന്നു. മരിച്ച് നമ്മളെ കുറേ നരകത്തിൽ ഇങ്ങനെ തെരഞ്ഞ് ദുനിയാവ് നിന്നു വയന്നിട്ട് കടന്നിട്ട് പുണ്ണായിട്ട് മരിച്ച്. ഭയ്യ ഈ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഈ 1 ഫീറ്റ് 2 ഫീറ്റ് വഴി നിങ്ങൾ ഇത് വിട്ടുകൊടുക്കാതെ. എന്തിനുമില്ലാന്ന് ഒരു ഗുണത്തിനും ഇല്ലാത്ത പ്രശ്നങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്. പറഞ്ഞ മനസ്സിലായ. ബൈനെ മറക്കാത്ത വെള്ളം കൊടുക്കണം, പിന്നെ വെളിച്ചം കൊടുക്കണം. ഒരു ബൽബുണ്ടെങ്കിൽ പുറത്ത് ആരെങ്കിലും പള്ളിക്ക് പോകുന്ന ആളുടെ ഒരു ബൽബയിൽ ഒരു സൈഡിൽ ഇട്ടണം. ഒരു ബൽബിട്ടിട്ട് അതിൽ വെളി കണ്ടെങ്കിൽ നല്ല പങ്കല ഒരു നേരെ പോയിട്ട് അള്ളാഹുടെ ദ്വാരന്റെ കാര്യം എന്ത് ബാക്കി ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞില്ലേ, വെള്ളം, വെളി, പിന്നെ പണിഞ്ഞ സമയത്ത് വേനൽക്കാലത്ത് പ്രാവിന് കാക്കക്ക് രണ്ടാം പ്രാണിക്കെല്ലാം കുറച്ച് വെള്ളം വെക്കൽ വലിയ കൂലി. രണ്ടാമത്തെ എന്തുണ്ടാവില്ലാന്ന്. ഉണ്ടാക്കിയ പൈസനെ പയ്യെ ലാസ്റ്റ് ഖബറിൽ നമ്മളെ അതാപെടുത്തുണ്ടാവുന്നു. ഈ മക്കളിടുന്ന് എന്തെങ്കിലും സമയം കള്ളു കുടിക്കുന്നുണ്ടാവും, കഞ്ചാവ് വലിക്കുന്നുണ്ടാവും. എല്ലാം കുസാലാക്കിയിട്ട് താറുമാറാക്കിയിട്ട് പയ്യെ ലാസ്റ്റ് പാറ് പെടുന്നലാണ്. വലിയൊരു കോടീശ്വരന്മാരെ ഞാൻ കാണുന്നു. എന്തുമില്ല. ഇപ്പൊ സ്വിമ്മിംഗ് പൂളിലുള്ള ആളല്ല. ഇപ്പോൾ സ്വിമ്മിംഗ് പൂളിലുണ്ടായ വലിയ കോടീശ്വരന്മാരല്ല. ഇപ്പൊ ഉണക്ക് തേങ്ങാവും പിന്നെ മട്ടിലും പോകുന്ന വാലിയും. പറഞ്ഞു മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് അള്ളാഹിനെ സൂക്ഷിച്ചോളാം. അള്ളാഹ് ഒരു കുടി പിടിച്ചിട്ട് എന്താക്കിയാലും കഴിയാം. നിങ്ങൾ ബൈനെ തടുക്കണ്ട. എല്ലാം വെള്ളം, ഭക്ഷണം, ഇങ്ങനത്തെ എല്ലാം പാവങ്ങൾക്ക് വെളിച്ചം, ഇതെല്ലാം നമുക്ക് കൊടുത്തെങ്കിൽ അള്ളാന്റെ അടുത്തേക്ക് നമുക്ക് ഖബറിൽ നേരെ മരിച്ചു കിടക്കാം. നാളെ നമുക്ക് വേണ്ടി ജക്കാത്ത് കൊടുത്തിട്ട് ഓണം ചെയ്തിട്ട് എന്തു കാര്യമില്ല. അയാത്തിൽ നമുക്ക് കൊടുത്താൽ തീർന്നു. ആർക്കും വേണ്ടാന്ന്, ഒരു മനുഷ്യന് വേണ്ട. നമുക്ക് അടുത്തതില്ല. അത് ഞാൻ കുറെ ജാഗയിൽ കരിനാണ്. ഓക്കെ.